മലപ്പുറം രാമപുരത്ത് കൂറ്റൻ മരങ്ങൾ റോഡിലേക്ക് വീണു. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലാണ് സംഭവം. ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപകടം എന്തെങ്കിലും സംഭവിച്ചോ? ഗതാഗത സ്തംഭനം ഉണ്ടായെന്നത് ഒഴിവാക്കിയാൽ അനുജ, ഭാഗ്യം കൊണ്ട് മാത്രം അപകടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. തലനാരിഴയ്ക്ക് ഒരു വലിയ അപകടം ഒഴിവായി തന്നെ പറയാം. കാരണം ഇത് മലപ്പുറം രാമപുരത്താണ് ഈ സംഭവം ഉള്ളത്. റോഡിന്റെ അരികിലുണ്ടായിരുന്ന രണ്ട് വലിയ കൂറ്റൻ മരങ്ങളാണ് 12 മണിയോടുകൂടി ഈ റോഡിലേക്ക് മറിഞ്ഞു വീണത്. ഈ രണ്ട് മരങ്ങളും, അതിൽ ഒന്ന് അല്പം ഉണങ്ങിയ മരമായിരുന്നു, മറ്റേത് ഇവിടെ കാറ്റോ മഴയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് റോഡിലേക്ക് അങ്ങ് മറിഞ്ഞു വീഴുകയായിരുന്നു. നമുക്കറിയാം, മിനിറ്റിൽ 100 കണക്കിന് വാഹനങ്ങൾ പോകുന്ന ദേശീയപാതയാണിത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയാണ്. ആ സമയത്ത് വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം വലിയൊരു അപകടം ഒഴിവായിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഈ ഒരു ദേശീയപാത പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള ശ്രമം ഇപ്പോൾ ഈ ഫയർഫോഴ്സും ഒപ്പം തന്നെ ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴി ഇപ്പോൾ വാഹനങ്ങൾ ഒന്നും തന്നെ കടത്തിവിടാൻ കഴിയാത്ത, കാരണം അത്ര വലിയ മരമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, അത്ര വലിയ മരമാണ് വീണിരിക്കുന്നത്. വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകരാറിലായിട്ടുണ്ട്. അതിന് മുകളിലേക്ക് കൂടിയാണ് ഈ മരങ്ങൾ വീണിരിക്കുന്നത്. ഈ ഒരു മരങ്ങൾ വല്ല അപകട ഭീഷണിയായിട്ട് നിൽക്കുകയായിരുന്നോ? അതെന്താ വെച്ചാല്, ഒരു വർഷമായിട്ട് ഉണങ്ങി നിൽക്കണം മരം. 3 പ്രാവശ്യം ഞാൻ എന്റെ പഞ്ചായത്തിന് കംപ്ലൈന്റ് കൊടുത്തുക്കണു. ഞാൻ ഈ ഏരിയയിലെ പെരുന്നോണ ഫയർ സ്റ്റേഷന്റെ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് ആണ്, ഗവൺമെന്റ് വോളണ്ടിയേഴ്സ് ആണ്. അപ്പൊ ഞാൻ എന്നെ 3 പ്രാവശ്യം പരാതി പഞ്ചായത്തിൽ പറഞ്ഞാണ്. അപ്പൊ അവർ ചെയ്യാന്ന് പറയും. ഇപ്പൊ ഇന്നും വിളിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു കഴിഞ്ഞപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ് ഞങ്ങളെ കൊടുത്തുക്കണു, പക്ഷെ NH അവർ വന്ന് നോക്കണം, ഫോറസ്റ്റ് വന്ന് നോക്കണം, അതൊക്കെ വന്ന് നോക്കിയിട്ട് അതിന്റെ കാര്യങ്ങൾ നടക്കുള്ളൂ, അല്ലാതെ നടക്കും. ഈ ഉണങ്ങി നിൽക്കുന്ന മരത്തിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ബാക്കിയുള്ളവരും വരുമ്പോഴത്തേന് ഇത് കൊഞ്ഞാടൂലേ? അത് പറഞ്ഞ പോലെ തന്നെ മറിഞ്ഞപ്പോ അത് മറ്റേ മരം പാടെ കൂട്ടിക്കാണ്ട് അതിന് വെയിറ്റോട് 2 മാടെ പോകുന്നു. ഇപ്പൊ 2 മണിക്കൂറായി റോഡ് ഹൈവേ ബ്ലോക്ക് ആയിട്ട്. ആംബുലൻസ് വരെ വന്ന ഇവിടുന്ന് പോകാനുള്ള ഒരു ഇതുമില്ല. ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഒരു വണ്ടി ആ ടൈമിൽ ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യം കൊണ്ട് 3 തവണ പരാതി കൊടുത്താണല്ലേ? യെസ്, 3 പ്രാവശ്യം പരാതി കൊടുത്തു. ഈ ഉണങ്ങിയ മരം മാറ്റണം എന്ന് ആവശ്യപ്പെട്ടു. ഉണങ്ങിയ മരം വെട്ടി മാറ്റണം എന്ന് പറയുന്ന പരാതി കൊടുത്താണ്. പക്ഷെ ഇതുവരെ നമുക്ക് ഗവൺമെന്റ് തിരിഞ്ഞു നോക്കിയിട്ടല്ല. പ്രദേശവാസിയാണ്. അപ്പോൾ അദ്ദേഹം 3 തവണ പരാതി നൽകിയതാണ്. അപ്പോൾ ഇപ്പോൾ ഫോറസ്റ്റിനെ അറിയിക്കണം, അല്ലെങ്കിൽ ദേശീയപാത ആയതുകൊണ്ട് തന്നെ നാഷണൽ അതോറിറ്റിയെ അറിയിക്കണം തുടങ്ങിയിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിന്നത്. ആ ഉണങ്ങിയ മരം വീഴുന്നതിന്റെ അതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന വലിയ ഒരു കൂറ്റൻ മരം കൂടിയാണ് ഇപ്പോൾ മറിഞ്ഞിരിക്കുന്നത്. അത് മുറിച്ചു മാറ്റുന്നതിനുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2 മണിക്കൂറിലേറെയായി ദേശീയപാത പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. അനുജ, മലപ്പുറം രാമപുരത്താണ് കൂറ്റൻ മരങ്ങൾ റോഡിലേക്ക് വീണത്. ഒരു മരം ഉണങ്ങി നിൽക്കുകയായിരുന്നു. അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെന്ന് നാട്ടുകാർ പറയുന്നു. പക്ഷേ അത് മുറിച്ചു മാറ്റാൻ നടപടിയുണ്ടായില്ല. ഇന്ന് അപ്രതീക്ഷിതമായി മരം മറിഞ്ഞു വീഴുകയായിരുന്നു. അതിനോട് ചേർന്ന് നിന്ന മറ്റൊരു മരം കൂടി ഒപ്പം വീണു. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കഴിഞ്ഞ 2 മണിക്കൂറായി ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്. പൂർണ്ണമായി മരം മാറ്റാനുള്ള നീക്കം തുടരുകയാണെന്നതാണ് വിപിൻ സി വിജയൻ നൽകിയ വിശദാംശം.